ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും റമദാൻ്റെ നോയമ്പിൻ്റെയൊക്കെ തിരക്കിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റമദാനിൽ എല്ലാവരും ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നവരാണ് നോമ്പ് തുറക്കാൻ. അപ്പോൾ ആ ഫ്രൂട്ട്സ് വെച്ച് അടിപൊളിയായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരേ സമയം തന്നെ എന്താ പറയുക, ഒരു പായസത്തിൻ്റെ ഒരു എഫക്റ്റും കൂടെ കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. നമ്മുടെ നോമ്പ് തുറന്നു കഴിയുമ്പോൾ ക്ഷീണം അകറ്റാനും ദാഹം അകറ്റാനും ഒക്കെ ഒരു ബെസ്റ്റ് ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് പാലാണ് വേണ്ടത്. ഞാൻ 1 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കപ്പ് 3 ഗ്ലാസ്സോളം ഇത് വരും. അത് നമുക്ക് ആദ്യം ഇത് തിളപ്പിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ചെറിയ തീയിൽ വെക്കുക. പാല് ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സേമിയ, കുറച്ച് മാത്രം മതി. ഞാൻ ഈ എടുക്കുന്ന ഒരു അളവ് നിങ്ങളെടുക്കുക, കാരണം സേമിയ പെട്ടെന്ന് തന്നെ കുറുകി വരുന്നുണ്ട്. കുറച്ച് അളവ് നമുക്ക് ജസ്റ്റ് അതൊരു ഒന്നിട്ടൊന്ന് വറുത്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യുക. ഒരു ചെറിയ നെയ്യ് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് വറുത്തൊന്നെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് വറുത്തെടുത്താലും മതിയാവും. ചെറിയ തീയിൽ വെച്ച് നമുക്ക് അതൊന്ന് വറുക്കണം. തീ കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും. ചെറിയ തീയിൽ വെച്ച് ജസ്റ്റ് അതൊന്ന് വറുത്തെടുക്കുക. നമുക്ക് കടലിൽ നിന്ന് ഫ്രൈ ചെയ്ത സേമിയ കിട്ടും. എങ്കിൽ പോലും ഇതും ഫ്രൈ ചെയ്ത സേമിയയാണ്. എങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് ഞാൻ കുറച്ച് 2 ടീസ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കസ്റ്റർഡ് പൗഡർ നമ്മൾ പാലിൽ ഇതുപോലെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പാൽ മിക്സ് ചെയ്തെടുക്കുമല്ലോ, ആ രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ പാലിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെറിയ തീയിലേ വെക്കാവുള്ളൂ, കാരണം തീ കൂട്ടി വെച്ചാൽ പാല് തിളച്ച് പൊങ്ങിപ്പോകും. എന്നിട്ട് ചെറുതായിട്ട് ഈ കസ്റ്റർഡ് പൗഡർ അതിലേക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തവി വെച്ച്. നമ്മുടെ പാലൊക്കെ ഇവിടെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച സേമിയ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയം നമ്മുടെ തീ ഒരു ചെറിയ തീയിലേ വെക്കാവുള്ളൂ, കാരണം ഈ സേമിയ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണമല്ലോ നമുക്ക്. നമ്മൾ ജസ്റ്റ് വറുത്തേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലിലിരുന്ന് തന്നെ ചെറിയ തീയിലിരുന്ന സേമിയ വെന്ത് കിട്ടണം നമുക്ക്. നമ്മുടെ സേമിയ ഒക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇത് ഫ്രീസറിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൂട്ട് സലാഡിന് എടുക്കുന്ന പോലെ നമുക്ക് തണുപ്പിച്ചെടുക്കണമെന്ന്. ഫ്രീസറിൽ വെച്ച് നമ്മുടെ പാല് സേമിയയും ഒക്കെ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഒന്ന് പൊടിച്ചെടുത്താണ്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് കടിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കുക. നട്ട്സിൻ്റെ മുകളിലേക്ക് നമ്മുടെ സേമിയ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് നമ്മൾ കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് ഫ്രൂട്ട്സാണ് ഇതിലേക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് മാതളനാരങ്ങ, കുറച്ച് പഴം, കുറച്ച് മുന്തിരിങ്ങ, കുറച്ച് മാങ്ങാപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആപ്പിളോ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ഫ്രൂട്ട്സും ഇതിലേക്ക് നമ്മുടെ ഫ്രൂട്ട് സലാഡിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്കിടാം. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ മാങ്ങാപ്പഴം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നമ്മുടെ കസ്റ്റേർഡും സേമിയയും കൂടെയുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ മുന്തിരിയും മാതളനാരങ്ങയും ഉണ്ട്, അത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഗാർണിഷ് പോലെ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക്. അപ്പോൾ സേമിയയും കൂടെ ആഡ് ചെയ്ത് ആകുമ്പോഴത്തേക്കും ഒരു സേമിയ പായസത്തിൻ്റെ ഒരു ഇതും വരും. നമ്മുടെ കസ്റ്റർഡ് പൗഡറും ഒക്കെ ഇട്ട് നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെ ഒരു ഇതും വരും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് മാത്രം മതി നമുക്ക് നോമ്പ് തുറന്ന് കഴിയുമ്പോൾ ക്ഷീണം അകറ്റാൻ. എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഡ്രിങ്ക് ഈ രീതിയിൽ ഒരു ഫ്രൂട്ട് സലാഡ് ഒന്ന് റെഡിയാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളെന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.